തെങ്ങിന്റെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണേ. ഇത് നോക്കിയാ കുലുങ്ങണില്ല, കുലുങ്ങാത്ത തേങ്ങ. ഇതിന്റെ കോലം നോക്ക്. ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്, പക്ഷെ നമുക്കിത് മതി, കുലുങ്ങാത്ത കൊട്ടത്തേങ്ങയാലും മതി. ഇതിന് കൊട്ടത്തേങ്ങ എന്നിട്ട് ഞങ്ങൾ പറയാം, കുലുങ്ങാത്ത തേങ്ങേനെ. അതായത് ഞാൻ പൊളിച്ച് കാണിച്ചിട്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഫസ്റ്റിൻ്റെ സാരില്ല, ഞാൻ തേങ്ങ വിളിക്കാണ്ടാണ്ട് ചിരിക്കാന്ന് വേണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിയുള്ളൂ. അത് പിടിച്ചാണ്ട് പൊളിക്ക്. ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ശക്തി ഉണ്ടാവൂലേ, ഇങ്ങനെ കഴിയുള്ളേ. എനിക്ക് സാധാരണ കുട്ടിമാമ, ദിനു ഇവരൊക്കെയാണ് തേങ്ങ പൊളിച്ച് തരല്. ഈ ഇങ്ങനത്തെ കേടുന്ന തേങ്ങ എന്തായാലും പൊളിക്കാൻ കഴിയൂല, ഗതിയേട് തന്നെ ആവും. പച്ച തേങ്ങ ആണെങ്കിൽ ഈസി ആയിട്ട് പൊളിക്കാം. ഇങ്ങനെ തേങ്ങ പൊളിക്കൽ മഹാമഹം കഴിഞ്ഞു കേട്ടോ. ചിലപ്പോൾ അതേപോലെ ഇടങ്ങേറായി പൊളിക്കുമ്പോഴേ ഉള്ളിൽ തുള്ളി വെള്ളമൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. ഇത് ഇല്ല, എന്തായാലും നമുക്ക് പൊട്ടിക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് മിഞ്ഞാന്ന് ഞാൻ അതേപോലെ ഒരു തേങ്ങ എടുത്ത് പൊളിച്ചായിരുന്നു. അത് തന്നെയാണ് അവസ്ഥ. ഇത് കേടാണ്, ഇത് പറ്റൂല. ഞാൻ പൊളിക്കണ്ടേ, ഇത് പറ്റൂല, ഇതൊരുമാതിരി മണം. വീണ്ടാമത് നമുക്ക് കിട്ടിയിരിക്കുന്നു. പൊളിക്കണല്ലോ അല്ലേ, സാധനം അവിടെ കൊണ്ടുവച്ചു. 2 മണി കഴിച്ചു. കണ്ട, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത നല്ല മണമുള്ള കൊട്ടത്തേങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നലെ ഞാൻ പൊളിച്ച് വെച്ച ഒരു തേങ്ങമുറി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതിൻ്റെ ബാക്കി ഞാൻ ചമ്മന്തി അരച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു 3 കഷ്ണം തേങ്ങമുറി കൊണ്ട് നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കല്ലേ. വേറെ കുറച്ച് സാധനം കൂടി കൂട്ടിയിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളെ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഈ ഒരു തേങ്ങമുറിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതാക്കണം. നമ്മളെ മുന്നിലുള്ള നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ പുതിയ പ്രൊഡക്റ്റാണ് കേട്ടോ. ഫുള്ള് കഴിഞ്ഞിരുന്നു, പുതിയതായിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഫെദർ പോട്ടാണ്. കണ്ടാൽ സെറാമിക് പോലെ തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് പോട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതാ പല കളറിലുള്ള ഫെദേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓൾ ഇന്ത്യ ഡെലിവറി തികച്ചും ഫ്രീ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ താഴെ വാട്സാപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വേഗം അതിലേക്ക് മെസ്സേജ് അയക്കുക. ഞാൻ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഞാൻ തേങ്ങേനെ നരിഞ്ഞെടുക്കട്ടെ. വലിപ്പമൊന്നും നോക്കൊന്നും വേണ്ട കേട്ടോ, കാരണം നമുക്കിത് മിക്സിൻ്റെ ജാറിക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇട്ടാൽ നമുക്ക് കറങ്ങി കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് ഒന്നിങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അടുത്തതായിട്ട് ഈത്തപ്പഴത്തിന് വെള്ളത്തിലിട്ടൊക്കെ ഇങ്ങനെ കുതിർത്തി വെച്ചിരുന്നേ. ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വയ്ക്കുക. ഈ തേങ്ങയിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കാരണം നമുക്കെല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുക്കണ്ടേ. ഇപ്പോൾ നോമ്പ് സീസൺ ആയതുകൊണ്ട് ഈത്തപ്പഴം എല്ലായിടത്തും സുലഭമായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു തരം ഡ്രിങ്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളിതാ മുഴുവനായിട്ട് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ബാക്കിയുള്ള വെള്ളം നമുക്ക് ആവശ്യമുണ്ടേ, ഇവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത പണി ചെയ്യാം. ഇഞ്ചിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണേ, കാരണം നമുക്കൊരു ചെറിയ കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിക്ക് വേണം, അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അടുത്തതായിട്ട് വേണ്ടത് പുതിന കേട്ടോ. അപ്പോൾ പുതിന ഇല മാത്രം നമുക്ക് നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ബീട്രൂട്ടിൻ്റെ കഷ്ണമാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാനൊരു രസത്തിന് ചേർക്കുന്നുണ്ട് ഒരു കുഞ്ഞു കഷ്ണം, ഒരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ അല്ലേ, ഏലക്കായൻ്റെ. അപ്പോൾ ഞാൻ 4 ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായതുകൊണ്ടാണ് 4 ചേർത്തത്. നിങ്ങൾക്ക് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 ചേർത്താൽ മതിയേ. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ഇടാം കേട്ടോ, എല്ലാം കൂടി ഇടണ്ട. ഇനി ആദ്യം എടുത്ത് വെച്ചേന്ന് ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചല്ല, മുഴുവൻ ഒഴിച്ചു. എപ്പോഴും നമ്മൾ പഞ്ചസാരല്ല ഇടാറ്. ഇതാ ഇന്ന് നമ്മൾ ശർക്കരയാണ് കേട്ടോ ചേർക്കണത്. അപ്പം മധുരത്തിന് ആവശ്യത്തിന് നോക്കി ശർക്കര പൊടിച്ചത് ചേർക്കണേ. നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തേനെ അരിച്ചൊഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിലാണ് നിൽക്കുന്നത്. നമുക്ക് വെള്ളം ചേർത്തത് ഡൈലൂട്ടാക്കി എടുക്കണേ. ഇനി നമുക്കിതാ അടുത്ത സെറ്റും കൂടി ഇട്ട് ഫുള്ളായിട്ട് അടിച്ചങ്ങോട്ട് എടുക്കാം. ഇതും കൂടി അരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടോ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ചിക്കു കളറല്ലേ, നല്ല രസമുണ്ടല്ലേ കളർ കാണാൻ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, കാരണം നമ്മൾ ഇടയ്ക്ക് കടിക്കൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. അപ്പോൾ ഇതാ നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നു, അത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പം ഇനി ഇത് നല്ല പോലെ ഇളക്കി സെറ്റാക്കി സ്ഥിതിക്ക് ഇനി വൈകിക്കണ്ട കേട്ടോ. എന്താ ചെയ്യുക, കുടിക്കാനായിട്ട് ഇതാ ഗ്ലാസ് റെഡിയാണ്, ഒഴിച്ചെടുക്കുക.
കുടിച്ചു നോക്കാ കസ്കസൊക്കെ മുകളിലേക്ക് പൊന്തിയിട്ടുണ്ട്. കസ്കസ് അങ്ങനെ തന്നെ അല്ലേ മുളകില് മുകളിൽ ഇങ്ങനെ പൊന്തിക്കുമ്പോഴല്ലേ അതിന്റെ രസം. കുടിച്ചോ? കുടിച്ചു നോക്കാ. കസ്കസ് അറിഞ്ഞില്ല, എത്ര വേണ്ടേന്നില്ല. പായസത്തിന്റെ ടേസ്റ്റ് എനിക്ക്. നിനക്കോ? എനിക്ക് തേങ്ങന്റെ ടേസ്റ്റ്. തേങ്ങ പായസത്തിന്റെ ടേസ്റ്റ്. തേങ്ങ നമ്മളെ കാരക്കൊക്കെ എവിടെ പോയി? അതൊക്കെ ഞാൻ എന്തെല്ലാം അടിച്ചു ചേർത്തിന്. അതിന്റെ ഒന്നും ടേസ്റ്റ് കിട്ടുന്നില്ല അങ്ങനൊന്നും കിട്ടുന്നില്ല. എന്തൊക്കെയൊക്കെയോ ഒരു ടേസ്റ്റ് ഉണ്ട്, അതാണ് ഇപ്പൊ പറയാനുള്ളത്. കാര്യമായിട്ട് കിട്ടുന്നത് തന്നെ തേങ്ങേന്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി തണുപ്പ് വേണം തോന്നുന്നുണ്ടോ? തണുപ്പ് കുറച്ചുകൂടി കാണാം. പിന്നെ അതുപോലെ നമ്മള് വേറെ ബീട്രൂട്ടൊക്കെ അടിച്ചാൽ അതൊന്നും അറിയണില്ല. ബീട്രൂട്ട് അതിന് വളരെ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. തേങ്ങനെ ലീഡ് ചെയ്തിക്കണേ. പിന്നെ എന്താ വെച്ചാല് ബീട്രൂട്ട് ഒരു പച്ചച്ചായ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച ഒരു കുഞ്ഞു കളറിന് മാത്രമാണ് ഞാൻ ചേർത്തത്. അതുകൊണ്ടാണ് ആ കളർ അങ്ങനെ കളർ മാറിയത്. പക്ഷെ ചോയൊന്നും വരുന്നൊന്നുമില്ല. ശർക്കര ചേർത്തത് കൊണ്ട്. പിന്നെ തേങ്ങയും കൂടി അരയ്ക്കുമ്പോൾ അത് തേങ്ങാപ്പാലും ശർക്കരയും കൂടി ആയിട്ടാണ് ഒരു പായസത്തിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു പായസത്തിന്റെ ടേസ്റ്റ് ആണ് കിട്ടിയത്. അതെ അതെ, പഞ്ചസാര ഇട്ടാ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് ആരെങ്കിലും വിരുന്നേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വേറെ ഫ്രൂട്ട്സ് ഒന്നും തരേണ്ട, ജ്യൂസ് അടിക്കാനായിട്ട് കൊട്ടത്തേങ്ങ വേണമെന്നൊന്നുമില്ല. ഇവിടെ വേറെ തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണ്. അതാ ഞാൻ ചോദിക്കാൻ ജ്യൂസ് നമുക്ക് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ജ്യൂസ്, ഒരു നല്ലൊരു ഇതിൽ കൊടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനത്തെ സാധനം ആരും അയ്യൊന്നും പറയും. പക്ഷെ തേങ്ങയാണെന്ന് വേഗം മനസ്സിലാവും, തേങ്ങേന്റെ ടേസ്റ്റ് വരുന്നുണ്ട് അല്ലേ? ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ വീണ്ടും പറയാം, ഇതാ നമ്മളെ ഗ്രാസ് ബോൾ ഉണ്ട് കേട്ടോ. പിന്നെ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മള് ഗ്രാസ് ബോളിന്റെ ആ ഒരു ഇത് തുടങ്ങിയിട്ട് കുറെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും കാണിച്ചു തരാത്ത. ഇപ്പൊ ഗ്രാസ് ബോൾ ഉള്ളത് വലുതാണ്, 12 ഇഞ്ചായിരിക്കും വലിപ്പം വരുന്നത്. അതെ, മറ്റത് ഇങ്ങനെ കണ്ടപ്പോ അത് അയച്ചു കൊടുത്താലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ, കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ കസ്റ്റമറുടെ കയ്യിൽ കിട്ടും ചെയ്യും. പിന്നെ അതുമല്ല കാണാനൊരു വെറൈറ്റി ഉണ്ട് എന്നൊക്കെ തോന്നിയോണ്ട് നമ്മൾ അങ്ങനെയാണ് നമ്മള് നിങ്ങളിലേക്ക് ഇത് കാണിച്ചു തന്നതും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. അതെ, കുറച്ച് കൂടുതൽ ആൾക്കാർ വാങ്ങിയവര് കഴിഞ്ഞ് നമ്മളൊരു തവണ നമ്മൾ ഇറക്കി നോക്കി എന്താ അതിന്റെ പാട് എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ സാമ്പിൾ വെടിക്കെട്ട് പോലെ ഞങ്ങൾ കുറച്ച് ഇറക്കിയിരുന്നു, അത് കഴിഞ്ഞ് അത് വിറ്റഴിഞ്ഞു. വീണ്ടും അടുത്ത സെറ്റ് നമ്മൾ ഇറക്കി. അതിപ്പോ ഇങ്ങനെ ഓരോരുത്തർ ഓർഡർ ഇങ്ങനെ തരുന്നതനുസരിച്ച് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് താഴെ നമ്പർ കാണിക്കുന്നുണ്ട്, വേഗം അതിൽ ബുക്ക് ചെയ്യണേ. അപ്പൊ എന്താ വെച്ചാൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക, കോള് കഴിവതും ഒഴിവാക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കും അതൊരു സുഖമായി മാറും. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് കൂടുതൽ നേരം വാട്സപ്പിലാവുമ്പോൾ നമുക്ക് അതന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അതിന്റെ ഇടയിൽ ഒരു കോള് വരുമ്പോൾ അത് അവിടെ അതെ, പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.